കർത്താവിന് മഹത്വം. നിങ്ങളെല്ലാവരെയും വന്ദനം ചൊല്ലുന്നു. ഒരു പ്രാവശ്യം കൂടെ വിശുദ്ധ വേദപുസ്തകത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം കൈമാറുവാനാണ് കർത്താവിൽ ആഗ്രഹിക്കുന്നത്. ഒരു പക്ഷേ വളരെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ നിങ്ങൾക്ക് കോൺട്രോവേഴ്സ്യലായിട്ട് തോന്നുന്ന, നമ്മുടെ സോ കോൾഡ് ക്രിസ്ത്യൻസിന്റെ ഭാഷയിൽ അതിഭയങ്കരമായ ദുരുപദേശമാണെന്ന് തോന്നാൻ സാധ്യതയുള്ളൊരു കാര്യമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്. നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം പുതിയ നിയമത്തിന്റെ കാലഘട്ടമാണ്. പുതിയ വാനം, പുതിയ ഭൂമിയിൽ, അല്ലെങ്കിൽ പുതിയ കവനന്റിലാണ് നാം ദൈവത്തോട് ഒപ്പം താമസിക്കുന്നു. പഴയ നിയമത്തിൽ ജനങ്ങൾ അക്ഷരം പ്രതി അക്ഷരാർത്ഥത്തിൽ ഒരു വാഗ്ദത്ത ദേശത്ത് താമസിച്ചു. അക്ഷരികമായ ഒരാലയം ഉണ്ടായിരുന്നു. അവിടെ അവർക്ക് കാണാൻ പറ്റുന്ന ദൈവത്തിന്റെ ഷെഖന ഉണ്ടായിരുന്നു. അക്ഷരികമായ യാഗങ്ങളും ഉത്സവങ്ങളും ഉണ്ടായിരുന്നു. നാളുകളും പെരുന്നാളുകളും ശാബത്തും ഒക്കെ അവർ അക്ഷരീകമായിട്ട് അനുഭവിച്ചു കൊണ്ടിരുന്ന ഓൾഡ് കവനന്റ് സിസ്റ്റത്തിൽ നിന്ന് ദൈവം നമ്മെ പുതു നിയമത്തിലേക്ക്, ഒരു സ്പിരിച്വൽ കിങ്ഡത്തിലേക്ക്, സ്പിരിച്വൽ ആലയത്തിലേക്ക് എല്ലാം പുതുതാക്കുന്ന ശ്രേഷ്ഠമായ നിലയിൽ തികവുള്ളതും ഘനമേറിയതുമായ വാഗ്ദത്തങ്ങളുള്ള പുതു നിയമത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നു. ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാന വിഷയം, പല ആളുകളും ഇന്ന് രാവിലെ എനിക്കൊരു വീഡിയോ എൻ്റെ ഫ്രണ്ട് അയച്ചു തന്നിട്ട്, ആ വീഡിയോയിൽ ഇങ്ങനെയാണ്, ഒരു ഇന്റർവ്യൂവിൽ ഒരു പാസ്റ്ററോട് ചോദിക്കുകയാണ്. അദ്ദേഹം ഒരു നല്ല കണ്ടാൽ തന്നെ ഒരു പാസ്റ്റർ എന്ന് തോന്നും. അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, വാട്ടർ ബാപ്റ്റിസത്തെ കുറിച്ച് നിങ്ങൾ എന്താണ് പറയുന്നത്? അപ്പം അദ്ദേഹം അതിന് കൊടുത്ത ഒരു മറുപടി, നമ്മൾ വെള്ളത്തിൽ സ്നാനപ്പെട്ട് മുങ്ങി കയറി വരുമ്പോൾ ക്രിസ്തുവിനോടുകൂടെ അത് എങ്ങനെയാ പറയുന്നത്, നമ്മൾ പാപത്തിൽ മരിച്ച നമ്മളെ അടക്കുന്നതാണ്, വെള്ളത്തിലാണ് അടക്കുന്നത്. അപ്പൊ വെള്ളത്തിൽ നമ്മളിങ്ങനെ കയറി വരുമ്പോൾ ഒരു പുതു മനുഷ്യനായിട്ടാണ് കയറി വരുന്നത്. ഇത് കോമൺ ആയിട്ട് പെന്തക്കോസ്ത് ലോകത്ത് പഠിപ്പിക്കുന്ന ഒരു ഉപദേശമാണ്. ഞാനും അതാണ് പഠിച്ചു വന്നത്, എന്നെ അതാണ് പഠിപ്പിച്ചത്. നമ്മളെല്ലാം പാപത്തിൽ മരിച്ചതാണ്, പാപത്തിൽ മരിച്ച നമ്മളെ വെള്ളത്തിൽ അടക്കുന്നു, എഴുന്നേറ്റ് വരുമ്പോൾ പുതിയ ആളായിട്ട് വരുന്നു. എനിക്കൊരു കൊച്ചു സംശയം, ഈ വെള്ളത്തിൽ മുങ്ങിയിട്ട് വന്ന എല്ലാ ആളുകളും പുതിയ ആളുകളാണ്? ഇവരെല്ലാവരും മാലാഖയുടെ കൂട്ടാണ് ജീവിക്കുന്നത്? ഇവരുടെ ആരുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങളില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം പറയാം. ഞാൻ സ്നാനപ്പെട്ട ശേഷമാണ് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വെള്ളത്തിൽ മുങ്ങിയതിന് ശേഷം. ഞാൻ വെള്ളത്തിൽ മുങ്ങുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഇവിടുത്തെ ഈ നിങ്ങൾ പറഞ്ഞ ഈ സോക്കോൾഡ് ബാപ്റ്റിസത്തിൽ പോകുന്നതിന് മുമ്പ് വരെ ഒരു സാധാരണ മാർത്തോമ കുടുംബത്തിൽ കർത്താവിനെ സ്നേഹിച്ച് ആ ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ കൊയറിലൊക്കെ പോയി സൺഡേ സ്കൂളിലൊക്കെ നിരന്തരമായിട്ട് കൃത്യമായ ആത്മീയതയും ഭക്തിയും സൂക്ഷിച്ചുകൊണ്ടിരുന്ന ഒരാൾ. ഞാൻ സ്നാനപ്പെട്ട ശേഷമാണ് ഏതെങ്കിലും അഹങ്കാരമൊക്കെ കാണിക്കുന്നതും ജീവിതത്തിൽ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാം ഇതിന് ശേഷം. അപ്പൊ നിങ്ങൾ ചോദിക്കും, അത് നിന്റെ കുഴപ്പമാണെന്ന് പറയും. ശരി, ആയിക്കോട്ടെ. ഇന്ന് ഞാൻ കണ്ടിട്ടുള്ള സൊസൈറ്റിയിൽ ഈ നമ്മുടെ പഴയ മനുഷ്യനാണ് അടക്കപ്പെട്ടല്ലോ, എന്നിട്ട് പുത്തൻ മനുഷ്യനാണെന്നല്ലോ ഉയർത്തെഴുന്നേറ്റ് വരുന്നത്. നമ്മളെല്ലാം മാലാഖയുടെ കുഞ്ഞുങ്ങളാണ്. ആലോചിച്ചിട്ടുണ്ടോ നമ്മുടെ ജീവിതത്തിൽ? അപ്പോൾ ഞാൻ ഇതിനകത്ത് മനസ്സിലൊരു കാര്യം പറയാം. ഒന്നുകിൽ ഈ അസുഖം മാറാതെ വരുമ്പോൾ ഡോക്ടർമാർ മരുന്ന് മാറ്റി കൊടുക്കാറുണ്ട്. ഒന്നുകിൽ അസുഖം മാറാത്തതിന്റെ കാരണം ഈ മരുന്ന് കറക്റ്റ് അല്ല. നമ്മുടെ ജീവിതത്തിൽ 100,000 പ്രശ്നങ്ങൾ ഉണ്ടാവും. അതിന് പരിഹാരം എന്തുകൊണ്ട് പലപ്പോഴും വചനത്തിൽ, നമ്മുടെ ഈ പ്രസംഗത്തിൽ, നമ്മുടെ ഈ കാര്യത്തിൽ വരുന്നില്ല എന്നതിന്റെ കാരണം നമ്മൾ കഴിക്കുന്ന മരുന്ന് കറക്റ്റ് അല്ലാത്തതുകൊണ്ട്. ഞാൻ ഇന്ന് പറയുന്ന വീഡിയോ അല്പം ദൈർഘ്യമുണ്ട്, ക്ഷമയുള്ളവർ മാത്രം കേൾക്കുക. ഇത് നിങ്ങൾക്ക് പ്രയോജനമാണ് എന്ന് എനിക്കറിയാം, കാരണം ഞാൻ നിങ്ങളെ വഞ്ചിക്കേണ്ട ആവശ്യം എനിക്കില്ല. അത് എൻ്റെ കേൾവിക്കാർ ആരെയും വഞ്ചിക്കേണ്ട ആവശ്യമില്ല, കാരണം ഞാനിത് പറയുന്നത് കൊണ്ട് എനിക്ക് ഒരു പ്രയോജനവും ഇല്ല. പക്ഷെ ആസ് എ മാൻ ഓഫ് ഗോഡ്, ആസ് എ ടീച്ചർ, ഒരു ബൈബിൾ ടീച്ചർ എന്ന നിലയിൽ അതെൻ്റെ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായതുകൊണ്ട് ഒരു കാര്യം ഒന്ന് ചർച്ചയ്ക്ക് വേണ്ടി വെക്കുകയാണ്. ഇത് ഞാൻ പറയുന്ന വാക്കിൽ ഞങ്ങളുടെ ഒരു സ്നേഹിതൻ പറയാറുള്ളത്, എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഇരുമ്പോലൊക്കെ അല്ല. അങ്ങനെ ഞാൻ പറയുന്ന ഫൈനൽ വേർഡും എല്ലാത്തിനും തികഞ്ഞ ആളുമല്ല. പക്ഷെ ലഭ്യമായ വിശുദ്ധ വേദപുസ്തകത്തിനകത്തെ ഒരു സത്യം നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഞാൻ ശ്രമിക്കുന്നത്. ഇപ്പം വാട്ടർ ബാപ്റ്റിസത്തിന്റെ എന്താണ് ഈ വാട്ടർ ബാപ്റ്റിസം? ഇത് എവിടുന്നാണ് വന്നത്? ഇത് പുതിയ നിയമസഭയുടെ ഉപദേശമാണോ, അതോ പുതിയ നിയമസഭയാണോ ഇത് ആദ്യമായിട്ട് ഉപദേശിക്കുന്നത്? അല്ല, നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തിലേക്ക് തന്നെ ഈ വിഷയം മനസ്സിലാക്കാൻ പോകണം. എപ്പോഴും
പുതിയ നിയമത്തിൽ എന്തെങ്കിലും കർത്താവ് ഏതെങ്കിലും ഒരു കാര്യം പറയുന്നെങ്കിൽ, ചെയ്യുന്നെങ്കിൽ അതിന്റെ ഒരു നിഴൽ എപ്പോഴും പഴയ നിയമത്തിൽ കാണാം. എപ്പോഴും ശ്രദ്ധിച്ചാൽ മതി. യേശു ക്രിസ്തു അപ്പോസ്തലന്മാരും ഒക്കെ പഠിപ്പിക്കുമ്പോൾ പറയാറുള്ളത് തിരുവെഴുത്ത് ഇങ്ങനെ പറയുന്നു, തിരുവെഴുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആവർത്തിച്ച് ദൈവത്തിന്റെ തിരുവെഴുത്തുകളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സപ്പോർട്ട് വെച്ചിട്ടാണ് അപ്പോസ്തലന്മാർ കൂടുതൽ സംസാരിക്കും. പിന്നെ യേശു കർത്താവ് വരുമ്പോഴും യേശു ഈ പഴയ നിയമത്തിലെ കാര്യങ്ങൾ എടുത്ത ശേഷം പുതിയ നിയമത്തിൽ അതിന്റെ ഒരു ന്യൂ കവനന്റിന്റെ റിയാലിറ്റി സംസാരിക്കാറുണ്ട്. ഓക്കെ, അപ്പം എന്തിനാണ് ഈ ബാപ്റ്റിസം എന്ന് മനസ്സിലാക്കാൻ നമ്മൾ നിശ്ചയമായിട്ട് പോകേണ്ടത്? സംഖ്യാപുസ്തകം അതിന്റെ 8-ാമത്തെ അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്യുന്നതെന്നാൽ ലേവ്യരെ ഇസ്രായേൽ മക്കളുടെ ഇടയിൽ നിന്ന് എടുത്ത് ശുദ്ധീകരിക്കുക. കേൾക്കണം, ശുദ്ധീകരിക്കുക. അവരെ ശുദ്ധീകരിക്കേണ്ടത് ഇങ്ങനെ ചെയ്യണം. പാപപരിഹാര ജലം ആണ് ഖൈം ഖറ്റ, അങ്ങനെയാന്ന് തോന്നുന്നത് ഹീബ്രുവിലപ്പം. പാപപരിഹാര ജലം, ഇംഗ്ലീഷിൽ എഴുതിയേക്കുന്നത് വാട്ടർ ഓഫ് പ്യൂരിഫിക്കേഷൻ, പക്ഷെ യഥാർത്ഥത്തിൽ വാട്ടർ ഓഫ് സിൻ. വാട്ടർ ഓഫ് സിൻ, പാപപരിഹാര ജലം അവരുടെ മേൽ തളിക്കണം. അവർ സർവാംഗം ക്ഷൗരം ചെയ്ത് വസ്ത്രമലക്കി ഇങ്ങനെ തങ്ങളെ തന്നെ ശുദ്ധീകരിക്കണം. താഴോട്ട് ശുദ്ധീകരണം പദ്ധതി. എങ്ങനെയാണ് ശുദ്ധീകരിക്കുന്നത്? ശരീരം മൊത്തം കഴുകി ക്ലീൻ ആക്കി വാട്ടർ വെച്ച്, ആ വെള്ളത്തിന്റെ പേരാണ് പാപപരിഹാര ജലം. ഇത് നമ്മൾ വേദപുസ്തകത്തിൽ അങ്ങോളം ഇങ്ങോളം കാണാൻ പറ്റും. പ്രധാനമായിട്ട് അപ്പോസ്തലനായ പൗലോസ് എബ്രായ ലേഖനം എഴുതുമ്പോൾ 6-ാം അധ്യായത്തിൽ അടിസ്ഥാന പഠനം, ഞാൻ ഇതിന് അടിസ്ഥാന ഉപദേശം എന്ന് പറയത്തില്ല, ആദ്യ വചനം, ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം, അതായത് പഴയ നിയമത്തിലെ ഉപദേശങ്ങൾ. ആ ഉപദേശങ്ങൾ അന്ന് പുതിയ നിയമസഭയിലുണ്ട്. ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കണം. അതായത് പഴയ നിയമസഭയ്ക്ക്, പുതിയ നിയമസഭയ്ക്കകത്ത് പഴയ നിയമത്തിലെ പല കാര്യങ്ങളും ഉണ്ട്. കാരണം പഴയ നിയമം പൂർണ്ണമായിട്ട് മാറിപ്പോയിട്ടില്ല, പുതിയ നിയമം പൂർണ്ണമായിട്ട് വന്നിട്ടുമില്ല. അപ്പൊ അതുകൊണ്ട് 6-ാം അധ്യായത്തിൽ 1 മുതൽ പറയുന്ന നിർജീവ പ്രവൃത്തികളെ വിട്ടുള്ള മാനസാന്തരം, ദൈവത്തെങ്കിലെ വിശ്വാസം, സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം, കൈവെപ്പ്, മരിച്ചവരുടെ പുനരുത്ഥാനം, നിത്യശിക്ഷാവിധി, ഈ വക കാര്യങ്ങൾ ഇത് ക്രിസ്തുവിനെ സംബന്ധിച്ച ആദ്യ വചനമാണ്, പഴയ നിയമത്തിലെ പ്രമാണങ്ങളാണ്. ഇത് കളഞ്ഞിട്ട് വിട്ടുകളാന്നുള്ളത്, നിങ്ങൾ ഗ്രീക്ക് ഭാഷയൊക്കെ അറിയുന്നവരാണ്, നിങ്ങളുടെ വിരൽത്തുമ്പിൽ തന്നെയുണ്ട്. ആ വിട്ടുകളക അല്ലെങ്കിൽ ലീവ് എന്ന വാക്കിന് കൊടുത്തിരിക്കുന്നത് ഗിവ് അപ്പ്, ഉപേക്ഷിക്കുക, ഫ്ലീ ഫ്ലം, അതിനെ വിട്ടു മാറുക. ഒരിക്കലും നമ്മുടെ ബേസിക് ഉപദേശം കളയാൻ ഒരിക്കലും പൗലൂസ് പറയത്തില്ല. കാരണം നമ്മൾ ABCD പഠിച്ചിട്ടാണ്, അല്ലെങ്കിൽ മലയാളാക്ഷരം പഠിച്ചിട്ടാണ് നമ്മൾ വിദ്യാഭ്യാസം ആരംഭിക്കുന്നത്. നമ്മൾ ഈ ലോകത്തെ ഏറ്റവും വലിയ വിദ്യാഭ്യാസത്തിൽ പോലും നമ്മൾ ബേസായിട്ട് പഠിച്ചിരിക്കുന്ന ആൽഫബറ്റ്സും മാത്തമാറ്റിക്സും ഒക്കെ നമുക്ക് വേണ്ടതാണ്. അത് കളയാനായിട്ട് ഒരു ടീച്ചറും പറയത്തില്ല. പക്ഷെ ഇവിടെ പറഞ്ഞേക്കുന്നു അതിനെ കളയണം. അതിൽ കളയാനായിട്ട് പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ഉപദേശങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് സ്നാനമാണ്. അത് മലയാളത്തിൽ സ്നാനങ്ങളെ കുറിച്ച് ഉപദേശമാണ് എഴുതിയേക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ നല്ലതായിട്ട് അത് മനസ്സിലാക്കുവാൻ ശ്രമിച്ചാൽ കഴുകൽ, മലയാളത്തിൽ ഇംഗ്ലീഷിലാണ് പറയുന്നത് ഇങ്ങനെ, ദ ഡോക്ട്രിൻ ഓഫ് വാഷിംഗ്. ഈ ഡോക്ട്രിൻ ഓഫ് വാഷിംഗ് എന്ന് പറയുന്നത് ഓൾഡ് കവനന്റിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശങ്ങളാണ്. എല്ലാവരും ഇവരെ പാപം ചെയ്യുന്നവർ കഴുകപ്പെടണം. ലേവ്യപുസ്തകം 15-ാം അധ്യായത്തിൽ പറയുന്നുണ്ട് ഒരുപാട് ക്ലൻസിങ് ഉണ്ട്. ഋതുമതിയായ ഒരു സ്ത്രീ, പിന്നെ സ്രവം വരുന്നവനെ, ശവത്തെ തൊടുന്നവനെ, ഇങ്ങനെ ഏതെങ്കിലും ഒരു മൃഗത്തിന്റെ ഉച്ഛിഷ്ടത്തെ തൊടുന്നവൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ഇവരെല്ലാവരും ജലം കൊണ്ട് ശുദ്ധീകരിക്കപ്പെടുക എന്ന് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ചടങ്ങ് ഓൾഡ് ടെസ്റ്റമെന്റില് അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. ഇതിന് മിക്വ എന്നാ പറയുന്നത്. മിക്വ, മുഴുകൽ അല്ലെങ്കിൽ കഴുകൽ എന്നാണ്. പുരോഹിതന്മാർക്ക് കഴുകാൻ വേണ്ടിയാണ് ശിലോഹം കുളവും ബെതസ്ത കുളവും ഒക്കെ അവിടെ ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് ദേവാലയത്തിന്റെ ഫ്രണ്ടിലുള്ള താമ്രക്കടൽ എന്ന് പറയുന്നത് ഇവർക്ക് വാഷിങ്ങിനുള്ളത്. അപ്പൊ ഈ വാഷിംഗ് എന്ന് പറയുന്നത് ഓൾഡ് കവനന്റിലെ ഒരു ടീച്ചിങ്. ഈ ടീച്ചിങ് മുമ്പോട്ട് കടന്നു വരുമ്പോൾ യേശു ക്രിസ്തു, അപ്പം അവിടെ പച്ചവെള്ളം കൊണ്ടാണ് ആളുകളെ ക്ലീൻ ചെയ്യുന്നത്. അത് അകത്തൊന്നുമല്ല, പുറത്താ ക്ലീൻ ചെയ്യുന്നത്. വസ്ത്രം അലക്കുക, നെയില് ക്ലീൻ ആക്കുക, ഷേവ് ചെയ്യുക, ക്ഷൗരം ചെയ്യുക, ഇങ്ങനെ പ്യൂരിഫിക്കേഷൻ നടത്തുക പതിവായിരുന്നു. സോ ഇത് മുമ്പോട്ട് ഇങ്ങനെ കടന്നു വന്നപ്പം പുതിയ നിയമത്തിലേക്ക് വരുന്നു. യോഹന്നാ സ്നാപകൻ വരുന്നു. അപ്പൊ യോഹന്നാ സ്നാപകൻ രംഗത്ത് വന്നിട്ട്, ഞാനിത് വലിയൊരു വിഷയം കേട്ടോ, വലിച്ചു നീട്ടിക്കൊണ്ടുപോകുന്നില്ല, അത്യാവശ്യമുള്ളത് മാത്രമേ പറയുന്നുള്ളൂ. യോഹന്നാ സ്നാപകൻ വന്നിട്ട് പറയുന്നു, യഹോവയായ ദൈവം അവനെ അയക്കുമ്പോൾ യോഹന്നാൻ അയച്ചത് സ്നാനപ്പെടുത്തുവാൻ ദൈവം അയച്ചിട്ടൊരു മനുഷ്യൻ വന്നു. അവന്റെ പേര് യോഹന്നാൻ എന്ന് പേർ. അവൻ എന്തിനയച്ചിരിക്കുന്നു? സ്നാനമേൽപ്പിക്കുക. എന്തിന്റെ സ്നാനം? മാനസാന്തര സ്നാനം. അപ്പൊ മാനസാന്തര സ്നാനം എന്ന് പറഞ്ഞാൽ, ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം,
ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടത് കനാൻ ദേശത്ത് കൂടെ വരുമ്പോൾ, വിശുദ്ധ ബൈബിളിൽ കനാൻ ദേശത്തേക്ക് വരുമ്പോൾ, മരുഭൂമിയിലൂടെ വരുമ്പോൾ വരെ ചെങ്കടലിലൂടെ കടന്നു വരുന്നുണ്ട്. ചെങ്കടലിലൂടെ കടന്നു വരുമ്പോൾ ആദ്യം ഒരു മോശയോട് ചേരുന്നുണ്ട്. അതെങ്ങനെയാണ്? നമ്മൾ 1 കൊരിന്ത്യർ 10 വായിക്കുന്നുണ്ട്, അവർ വെള്ളത്തിലൂടെയും മേഘത്തിലൂടെയും കടന്നു. അപ്പം നമ്മൾ കോമൺ ആയിട്ട് എല്ലാവരും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഈ വെള്ളം ഇങ്ങനെ 2 ചിറവ് ഇങ്ങനെ വലുതായി, അങ്ങനെയല്ല. യഥാർത്ഥമായിട്ട് നന്നായിട്ട് ബൈബിൾ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ, അത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒക്കെ വാക്യങ്ങൾ വെച്ച് കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ, അവിടെ കടലിന് ഇങ്ങനെ 2ആയിട്ട് വിഭജിക്കുകയൊന്നുമല്ല. വലിയൊരു കാറ്റടിച്ചു, പക്ഷെ ഇങ്ങനെ 2ആയിട്ട് വിഭജിച്ച് നടുക്കൂടി ഇങ്ങനെ ഉണങ്ങിയ ഇല. പണ്ട് ചർച്ചക്കോടിലൊരു വലിയ പ്രസിദ്ധനായ ഒരു പ്രാസംഗികൻ പറയുന്നത് കേട്ടു. അതിനെ ഉണങ്ങിയ നിലമാക്കി. എല്ലാവരും പണ്ട് ഇവർ കട്ടച്ചുളയിൽ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആ സ്വഭാവം അനുസരിച്ച് അവർ ചെങ്കടലിൽ കട്ട അറുത്തേനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തമാശ വരുമ്പോഴത്തേക്ക്, കാരണം ഇവർക്ക് ഇത് മാത്രമേ അറിയത്തുള്ളൂ. അപ്പൊ യഥാർത്ഥത്തിൽ അത് ദൈവം ഒരു ഫ്രീസ് ചെയ്യുമായിരുന്നു. വെള്ളത്തെ ഫ്രീസ് ചെയ്ത് അതിന്റെ മുകളിലൂടെ നടത്തുകയായിരുന്നു. അപ്പം അവരുടെ മേത്തൊന്നും ഒരു തുള്ളി വെള്ളം പോലും വീണില്ല. അവർ ഉണങ്ങിയ നിലത്ത്. അപ്പം നിങ്ങൾ വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവർക്ക് അറിയാം, അത് നിങ്ങൾക്ക് ഒരു നമ്മുടെ ശീതകാലം വരുമ്പോഴത്തേനും അവിടെ സമുദ്രവും നദിയും കായലുകളും തോടും എല്ലാം ഇങ്ങനെ ഫ്രീസ് ആവും. അതിന്റെ പുറത്തൂടെ വലിയ ട്രക്കൊക്കെ ഓടിച്ചുകൊണ്ട് പോകുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇവർ കാൽനടയായിട്ട് വരുന്നുണ്ട്. ഇവരുടെ ഇതേ രഥമാണ്, അതിന്റെ പുറകെ തന്നെ ആ രഥം വരുന്നത്. രഥം എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഐസിനകത്ത് സ്ലിപ്പാകുക, ഇടത്തും വലത്തുള്ള വെള്ളങ്ങളിൽ, അതിപ്പം പാലം പോലെ, അതായത് ഒരു ഫ്രീസ് ചെയ്യാൻ ഇവർക്ക് നടക്കാൻ വേണ്ടി മാത്രം ഒരു പാത ഒരുക്കുന്നു. ഇരുവശങ്ങളിലും വെള്ളം ചിറ പോലെ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഫെൻസ് പോലെ നിൽക്കുന്നു. വെളിയിൽ വെള്ളമാണ്, പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ വെള്ളത്തിലേക്ക് വീണ് പോകും. അത് മനസ്സിലാക്കാൻ നേരെ പോയി പുറപ്പാട് 15 വായിച്ചാൽ മതി. കാരണം അവിടെ പറഞ്ഞേക്കുന്നത് ഫറവോന്റെ സൈന്യത്തിന്റെ തലയുടെ മുകളിൽ കൂടെ വെള്ളം വന്നു എന്നല്ല എഴുതിയേക്കുന്നത്, ഫറവോന്റെ സൈന്യം വീയം പോലെ താന്നു പോയെന്ന് എഴുതിയേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പാലത്തിന് താഴെ പോയത്. ഇതാണ് സംഭവം നടന്നത്. ഇതൊന്നും വിശ്വസിക്കത്തില്ല കേട്ടോ, കാരണം നമ്മുടെ ഇത്രയും നാളും പടച്ചു വെച്ചിരിക്കുന്ന കുറേ കാര്യങ്ങൾ ഇതെല്ലാം പൊളിഞ്ഞു. പക്ഷെ എന്നെ കർത്താവ് എന്നെ വിട്ടത് ഇത് പഠിപ്പിക്കാൻ വേണ്ടിയാണ്, എന്നെ അയച്ചത്. എൻ്റെ മേലുള്ള നിയോഗം അതാണ്. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കും. പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം. അത് ഞങ്ങൾ 2000 വർഷത്തെ സഭ അങ്ങനെ പറയുന്നു, ഞങ്ങളുടെ പിതാവ്, എന്നും നമുക്ക് അറിയേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കറിയേണ്ടത് കർത്താവ് എന്ത് പറഞ്ഞു, അപ്പോസ്തലന്മാർ എന്ത് പറഞ്ഞു. ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം പറയാം, ബൈബിളിനെ മാത്രമേ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ. പിന്നെ നല്ല ട്രഡീഷൻസിനെ എനിക്കിഷ്ടം, കൊള്ളാം. നല്ല ട്രഡീഷൻസ് നല്ലതാണ്. മീശ പഠിച്ച് നടക്കുന്ന ഒരു ട്രഡീഷനാണ് എവിടെ നമ്മുടെ ഇടയിൽ വെള്ളം ഉടുപ്പിടുന്ന ഒരു ട്രഡീഷനാണ്. പിന്നെ ഇതൊക്കെ അതൊക്കെ നല്ലത്. അതൊന്നും വലിയ ആത്മീയതയും സ്വർഗവുമായിട്ടൊന്നും യാതൊരു ബന്ധമില്ലെന്നുള്ള കാര്യം കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുക. ഇങ്ങനെ ഇതാണ് നമ്മളെ നശിപ്പിച്ച് കളയുന്നത്. കാരണം നമ്മൾ ഈ പുറമേയുള്ള വിശുദ്ധിക്ക് വേണ്ടി പോയിട്ട് ആകില്ല. അതൊക്കെ ഇങ്ങനെ വാ. അപ്പൊ അവര് മോശയോട് ചേർന്നു എഴുതിയേക്കുന്നത്. അവർ മോശയോട് ചേർന്നിട്ട് നേരെ ഇവര് കനാൻ ദേശത്തേക്ക് വരുന്നതിന് മുമ്പ് മോശ പിന്മാറുന്നു, അല്ലെങ്കിൽ മോശ മരിക്കുന്നു. ജോഷുവ വരുന്നു. ജോഷുവ ഈ ജനത്തെ അങ്ങോട്ട് കൊണ്ടുവരുന്നത് യോർദാൻ കടത്തിക്കൊണ്ടുവരിക. അപ്പൊ ഇവിടെയും യോർദാൻ മരണത്തെ കാണിക്കുന്നത്. സോ ഇവർ രണ്ടാമത് കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന ജനം എന്ന് പറയുന്നത് മോശയുടെ ജനം. പക്ഷെ ആ വന്ന ജനത്തിന് അത് 2 പേര് മാത്രമേ ഈ ജോർദാൻ ക്രോസ് ചെയ്യാനുള്ളൂ. ജോർദാൻ ക്രോസ് ചെയ്യുമ്പം യോശുവയുടെ നേതൃത്വത്തിൽ ജോർദാൻ ക്രോസ് ചെയ്തു ഇവർ കനാൻ ദേശത്തേക്ക് പ്രവേശിക്കുകയാണ്. സോ ഇവിടെ യോഹന്നാൻ സ്നാനം ഏൽപ്പിക്കുന്നത് യോർദാന്റെ അക്കരെ എന്ന് നമുക്ക് യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിക്കാൻ പറ്റും. സോ യോഹന്നാൻ സുവിശേഷത്തിൽ വായിക്കുമ്പോൾ ഇദ്ദേഹം ഇവിടെ നിന്നുകൊണ്ട് ആളുകളെ സ്നാനപ്പെടുത്തിയിട്ട് എങ്ങോട്ട് വിടുക? വീണ്ടും കനാനിലാണ്. പണ്ടത്തെ ജോഷുവ ചെയ്ത അതേ ഒരു ശുശ്രൂഷയുടെ ഒരു എന്ത് പറയുന്നത്, ഒരു നിഴലെന്നോണം ഇദ്ദേഹം അത് മാനസാന്തര സ്നാനം. അപ്പൊ ഈ മാനസാന്തര സ്നാനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മാനസാന്തരപ്പെടുന്നു, ഞങ്ങളുടെ മൈൻഡ് ചേഞ്ച് ചെയ്യുന്നു, ഞങ്ങൾ ദൈവത്തെങ്കിലേക്ക് തിരിയുന്നു എന്ന് സൂചിപ്പിക്കുന്നതാണ് അവിടുത്തെ സ്നാനം. അപ്പം ഈ സ്നാനം യേശുക്രിസ്തു, അപ്പം അവിടെ സ്നാനമേറ്റു. അപ്പം നമ്മൾ വലിയൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, യേശു എന്തിനാ സ്നാനപ്പെട്ട? നല്ലൊരു ക്വസ്റ്റ്യൻ അത്. യേശു സ്നാനപ്പെട്ടത് ഒരിക്കലും പാപമോചനത്തിനുള്ള സ്നാനമല്ല, മാനസാന്തരത്തിന്റെ സ്നാനമല്ല, യോഹന്നാന്റെ സ്നാനമല്ല. യോഹന്നാൻ യോഹന്നാന്റെ അടുക്കൽ സ്നാനമേൽക്കാൻ വരുമ്പോൾ യേശുക്രിസ്തുവിനോട് യോഹന്നാൻ വിലക്കുന്നുണ്ട്, നിന്നാൽ സ്നാനമേൽക്കാൻ എനിക്ക് ആവശ്യമാണ്. അപ്പൊ ഉടനെ യോഹന്നാൻ പറയുന്ന ഒരു വാചകമുണ്ട്, നിന്നെ സ്നാനമേൽക്കാൻ. ഇപ്പൊ യേശു പറയുന്നൊരു വാചകമുണ്ട്, എന്തുവാ, ഇങ്ങനെ ഇപ്പോൾ സമ്മതിക്കുക, ഇങ്ങനെ സകല നീതി നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതമാണ്. അതിന്റെ അർത്ഥം എന്താ? സകല നീതി എന്ന് പറഞ്ഞാൽ പണ്ട് മോശ സകല നീതി പറഞ്ഞാൽ ന്യായപ്രമാണത്തിന്റെ നീതിയാത്ത ന്യൂ കവനന്റിന്റെ റൈച്ചസ്നെസ് ഇസ് നോട്ട് ബേസ്ഡ് ഓൺ വർക്ക്സ്. ഓൾഡ് ടെസ്റ്റമെന്റിന്റെ നീതി എന്ന് പറയുന്നത് എപ്പോഴും ബേസ് ചെയ്തിരിക്കുന്നത് വർക്കിലാണ്, പ്രവൃത്തിയിലാണ്. അപ്പൊ യേശു പറയാണ്, ഇങ്ങനെ സകല നീതി നിവർത്തിക്കുന്ന നമുക്ക് ഉചിതം എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിന്റെ നീതി ഞാൻ നിവർത്തിച്ചേ പറ്റത്തുള്ളൂ. എന്തു പഴയ നീതി? ഒരു ട്രാൻസിഷൻ തുടങ്ങി. എവിടുന്ന? മിസ്രൈമിൽ നിന്ന് കനാനിലേക്ക് ജനം വരികയാണ്. വരുന്ന വഴിയിൽ മോശ വരെ ചെങ്കടലിലൂടെ കൊണ്ടുവന്ന് അവർ സ്നാനമേറ്റു. അത് സ്നാനത്തിന് മുൻകുറി എന്ന് പറയുകയാണ്. അപ്പം ആ സ്നാനത്തിൽ എന്ത് ചെയ്ത്
ദ പീപ്പിൾ വെർ ഇമേഴ്സ്ഡ് ഇൻ ടു മോസസ്. അപ്പൊ അവർ വെള്ളത്തിലൂടെ നടന്നു വന്നതിനെ അല്ല ഇവിടെ പ്രധാനമായിട്ട് ഉദ്ദേശിച്ചത്. അവരാരോട് ചേർന്നു? മോശയോട് ചേർന്നു. അപ്പൊ ഇവിടെ യേശു എന്താ ചെയ്തു? സ്നാനമേറ്റ് യോർദാൻ കടയിന്ന് പോകുന്ന ജനമുണ്ട്, പാപമുള്ള ജനതയെ ഓടിച്ച്. അപ്പൊ പാപമുള്ള ന്യായപ്രമാണത്തിന്റെ കീഴിൽ ജീവിക്കുന്ന, ദൈവത്തിന്റെ ശിക്ഷാവിധി വരാൻ മുമ്പിൽ വരുന്ന, അല്ലെങ്കിൽ ദൈവകോപത്തിന്റെ തീ മുൻപിൽ വരാൻ സാധ്യതയുള്ള, അല്ലെ അതിനെ കാത്തിരിക്കുന്ന ഈ ജനറേഷന് വേണ്ടി അവരോട് ചേർന്നു. സോ അവരോട് ചേർന്നിട്ട് കർത്താവ് എന്ത് ചെയ്യാണ്? അങ്ങനെ അവരോട് ചേർന്നിട്ട് ക്രിസ്തു അവരിൽ ഒരാളായിട്ട് മാറുക. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ ആദാം എന്ന് പറഞ്ഞാൽ ഇതിനെ കുറിച്ചുള്ള വലിയ പഠനങ്ങൾ ഞങ്ങളുടെ പ്രൈവറ്റ് സ്കൂളിൽ നടത്തിയിട്ടുണ്ട്. അത്യാവശ്യമുള്ളവർ വേണമെങ്കിൽ വന്നാൽ ഞാൻ അതിലേക്ക് നിങ്ങളെ കണക്ട് ചെയ്തു തരാം. ആദം എന്ന് പറയുന്ന ആൾ ഒരിക്കലും വേദപുസ്തകത്തിൽ ആദ്യത്തെ മനുഷ്യനാണ്, പക്ഷെ ലോകത്തിലെ ആദ്യത്തെ മനുഷ്യൻ ആദമല്ല. ആദമിന് മുമ്പ് തന്നെ മനുഷ്യരുണ്ട്, സൃഷ്ടികളുണ്ട്, എല്ലാം ഉണ്ട്. ആദം എന്ന് പറയുന്നത് ദൈവം ഈ മറ്റ് ജനസമൂഹത്തിന് നടുവിൽ നിന്ന് തെരഞ്ഞെടുത്ത് ദൈവത്തിന്റെ ഛായയും ദൈവത്തിന്റെ സ്വരൂപവും, അതായത് ദൈവത്തിന്റെ നേച്ചർ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ദൈവം തന്റെ ജീവൻ കൊടുത്തല്ല. ജീവൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളെല്ലാം പുതിയ ജീവൻ പ്രാപിച്ചവരെ, നമുക്ക് പുതിയ ജീവൻ പ്രാപിച്ചെന്ന് പറയുമ്പോൾ നമ്മുടെ മൂക്കി ദൈവം ജീവശ്വാസം ഒന്നും ഊതിയില്ല. അതുപോലെ ആദമിലേക്ക് ജീവൻ പകർന്ന്, അല്ലെങ്കിൽ ആദമിലേക്ക് ദൈവത്തിന്റെ ആ ഒരു ബോധം ലിവിങ് സോൾ ആക്കി മാറ്റി. അപ്പം ദൈവത്തെക്കുറിച്ചുള്ള അവബോധമുള്ള, ദൈവത്തെ അന്വേഷിക്കുന്ന ആ ഒരു ജീവൻ അവന് പകർന്നു കൊടുത്തിട്ട് ദൈവിക ഉടമ്പടിയിലേക്ക് കൊണ്ടുവന്ന ആദ്യത്തെ മനുഷ്യനാണ് ആദം. സോ ആദം എന്ന് പറയുന്ന ആളാണ് ആദ്യത്തെ ഉടമ്പടിയുടെ മനുഷ്യൻ, ഫസ്റ്റ് മാൻ ഓഫ് ദ കവനന്റ്. അവിടെ ആദമിന്റെ പാപം എന്ന് പറയുന്നത്, ശ്രദ്ധിച്ചേക്കണം, ആദമിന്റെ പാപം എന്ന് പറയുന്നത് കവനന്റ് ബ്രേക്കിംഗ് ആണ്. ഈ കവനന്റ് ബ്രേക്കിംഗ് ആണ്. ഇനി നമ്മൾ ലൂക്കോസിന്റെ, ഞാൻ ഒത്തിരി സ്കിപ്പ് ചെയ്തെങ്കിൽ വരികയാണ്, ലൂക്കോസിന്റെ റോമർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് വരണം. കാരണം നമ്മൾ ശവമാണെന്നും നമ്മൾ ചത്തുപോയെന്നും നമ്മളെ അടക്കിയിട്ട് വെള്ളത്തിലോട്ട് അടക്കിയപ്പം പിന്നെ പുത്തൻ മനുഷ്യൻ എഴുന്നേറ്റ് വന്നു എന്നൊക്കെ പഠിപ്പിക്കുന്നത് എല്ലാവരും പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളെല്ലാം ഇത് തന്നെ പഠിപ്പിക്കുന്ന, വലിയ വലിയ അച്ഛന്മാർ ഇത് തന്നെ പഠിപ്പിക്കുന്നത് എനിക്കറിയാം. നിങ്ങൾക്ക് ഞാൻ പറയുമ്പോൾ ദേഷ്യം വരുമെന്ന് എനിക്കറിയാം. കാരണം ഞാൻ ഇതിനകത്ത് പ്രശ്നം, ഈ ഇഷ്ടമില്ലാത്ത അച്ഛി ചെയ്യുന്നതെല്ലാം വലിയ കുറ്റം എന്ന് പറഞ്ഞ പോലെ ജോൺ ലോറൻസ് എന്ത് പറഞ്ഞാലും കുഴപ്പമാണെന്നുള്ള ധാരണ ഒത്തിരി പേർക്കുണ്ട്. ആ ധാരണ അങ്ങനെ തന്നെ വെച്ചോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞ വചനത്തിൽ അങ്ങനെയാണോ എന്ന് പരിശോധിക്കാനുള്ള ഉത്തരവാദിത്വമെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ട്. ബൈബിൾ എടുത്തിട്ട് ഇങ്ങനെ കൈയുടെ ഇടയിൽ വെച്ചിട്ട് പോകാനുള്ളതല്ല, ചെക്ക് ചെയ്യണം. ജനത്തെ പഠിപ്പിക്കുമ്പോൾ ഉത്തരവാദിത്വത്തോടെ പഠിപ്പിക്കണം. കാരണം പറഞ്ഞാൽ എത്ര പേരെ സ്നാനപ്പെട്ടില്ല എന്ന് നരകത്തിൽ പോകുന്നവർ പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോഴും കിടന്ന് നമ്മൾ തെരുവിൽ നിന്ന് പ്രശ്നിക്കും, സ്നാനമേറ്റില്ലേ നരകത്തിൽ പോലെ. ആര് പറഞ്ഞു സ്നാനമേറ്റില്ല നരകത്തിൽ പോകത്തില്ല? പച്ചവെള്ളത്തിൽ സ്നാനമേറ്റില്ലെങ്കിൽ നരകത്തിൽ പോകുമെന്ന് പറഞ്ഞ ഒരു വചനം കാണിച്ചു. എന്നിട്ട് ഇവര് വേറൊരു കാര്യം പറയാറുണ്ട്, സ്നാനമേറ്റാലും നരകത്തിൽ പോകണമെന്നില്ല, അല്ല സ്വർഗത്തിൽ പോകണമെന്നില്ല. സ്നാനം ഏറ്റില്ല നരകത്തിൽ പോകുന്ന ഉറപ്പ്, അത് ഫിക്സ്ഡ് ആണ്. പക്ഷെ സ്നാനമേറ്റെന്തുകൊണ്ട് സ്വർഗത്തിൽ പോകണമെന്നില്ല. പിന്നെ എന്തിനാണോ ചെയ്യുന്നത്? ആരെ കാണിക്കാൻ വേണ്ടിയാ? അപ്പൊ ഞാൻ പറഞ്ഞു ശ്രദ്ധിക്കണം, ഇത് ജനത്തെ കബളിപ്പിക്കുകയാണ്. ഇവർ ഈ ഉപദേശങ്ങൾ, പ്രത്യേകിച്ച് പെന്തിക്കോസിനകത്ത് 95% ഉപദേശവും പൊട്ടത്തരമാണ്. ചലഞ്ചാണിത് ഞാൻ ചെയ്യുന്നത്. പെന്തിക്കോസ്തിനകത്ത് 95% ഉപദേശങ്ങളും കബളിപ്പീരാണ്, കള്ളത്തരങ്ങളാണ്. അത് പഴയ നിയമത്തിലെ വാക്യങ്ങളും പുതിയ നിയമത്തിലെ വാക്യം എടുത്ത് വെച്ചിട്ട് ഒരു എന്താ പറയുന്ന ഒരു അവിയൽ സംവിധാനമാണ്. ഒരെണ്ണത്തിന് ക്ലാരിറ്റി ഇല്ല. ഇവരുടെ രക്ഷാശാസ്ത്രം മുതൽ നിത്യത വരെ പൊളിയ വഞ്ചനയാണ്, കബളിപ്പിക്കുക. സോ ഞാൻ പറഞ്ഞത് കുറ്റപ്പെടുത്തുകയല്ല, കാരണം എനിക്കിത് ഓരോന്ന് പറയുമ്പോൾ ആളുകൾ ചിലപ്പോൾ റെസ്പോണ്ട് ചെയ്തില്ല. കാരണം അതിനുള്ള ഗട്ട്സ് ഇല്ല നിനക്കൊന്നും, അത്ര ഞാൻ പറയത്തുള്ളൂ. അതിനുള്ള തൻ്റെ ഇടം വേണം. ഇവിടെ വാ, നമ്മൾ റോമാലേഖനം 6-ാം അധ്യായം പഠിക്കുന്നതിന് മുമ്പ് ആദ്യം 5-ാം അധ്യായം പഠിക്കണം. 5-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, ഏകന്റെ ലംഘനത്താൽ മരണമായ ഏകൻ നിമിത്തം മനുഷ്യരിലേക്ക് കടന്നു വന്നു. ഏകന്റെ ലംഘനങ്ങളല്ല. ഏതാ ഏകൻ? ആദം. സോ ഇവിടെ കവനന്റ് പീപ്പിളുമായിട്ട് സംസാരിച്ചത്, കവനൻ ഉടമ്പടി. ഈ ഉടമ്പടി ആളുകൾ പാപം ചെയ്യും, ലംഘനം ചെയ്യും. ആ ലംഘനം നമ്മൾ അതിന്റെ 5-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം, അതുകൊണ്ട് ഏക മനുഷ്യനായ പാപത്താൽ മരണം ലോകത്തിൽ കടന്ന് ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യും. എങ്ങനെ എല്ലാവരും പാപം ചെയ്തു? നന്നായിട്ട് വെച്ച് നോക്ക്. അതുകൊണ്ട് ഏക മനുഷ്യനായ പാപത്താൽ മരണം ലോകത്തിൽ കടന്നു. അയാൾ ലംഘനം ചെയ്തു, അതുകൊണ്ട് മരണം എങ്ങോട്ട് കടന്നു? ലോകത്തിൽ കടന്നു. എന്നിട്ട് തീർന്നില്ല, ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണ സകല മനുഷ്യരിലും പരന്നിരിക്കും. എങ്ങനെ എല്ലാവരും പാപം ചെയ്യുന്നതെന്നുള്ള രീതിയിൽ വന്നത്? ദിസ് ഇസ് എ കോപ്പറേറ്റീവ് സിൻ. ഇതാദ്യം മനസ്സിലായി. അല്ലാതെ ഓരോ ആളുകളും പോയി പഴം പറിച്ച് തിന്ന് ചത്തല്ല.
ഇത് അതായത് ഒരു കവനന്റ് ബോഡിയായി. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചോണ്ട്, ഞാൻ വളരെ പറയുന്ന സീരീസ്, കവനന്റ് ബോഡി. നമ്മൾ ന്യൂ ടെസ്റ്റ്മെന്റ് പഠിക്കുമ്പോൾ അറിയേണ്ട കുറച്ച് ടെർമിനോളജി ഉണ്ട്. പാപശരീരം വായിച്ചിട്ടുണ്ടോ? അതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ മുഴുവൻ ആളുകൾ കേട്ടിട്ടുള്ളത് ഈ ബോഡിയെ കുറിച്ച്. പാപശരീരം എന്ന് പറഞ്ഞാൽ ഈ ബോഡി എന്നല്ല, ഓൾഡ് കവനന്റ് ബോഡി എന്ന്. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട്, ശരീരം വിട്ട് ക്രിസ്തുവിനോട് ഇരിപ്പാൻ ആഗ്രഹിക്കുന്നു, വായിച്ചിട്ടുണ്ടോ? അതിന്റെ അർത്ഥം എന്താ? ഓൾഡ് കവനന്റ് ബോഡിയിൽ നിന്ന് ന്യൂ കവനിലേക്ക് പോകാൻ താല്പര്യമുണ്ട്. ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വം എന്ന വാക്ക് കേട്ടിട്ടുണ്ടോ? എന്തുവാ നിങ്ങളുടെ തിയോളജിമാർ പഠിപ്പിച്ചിട്ടുള്ളത്? നമ്മുടെ ഈ ശരീരം അങ്ങ് ഫാൻഡം പോലെ അങ്ങ് മാറുമെന്ന്. അല്ല, ഓൾഡ് കവനന്റ് ബോഡിയെ ദൈവം റെഡീം ചെയ്തിട്ട് അവർക്ക് പുത്രത്വം കൊടുക്കുമെന്ന്. ഇത് കോപ്പറേറ്റീവ് ബോഡിയെ നിങ്ങൾ മനസ്സിലായി. മറ്റേ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ, ഇൻഡിവിജ്വൽ ബോഡി സിസ്റ്റം ഒക്കെ പഠിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ മനസ്സിലായി, ഇത് മോശയോട് ചേർന്ന് തന്നെ ബാക്കി നിർത്താം. ഇനി പിന്നെ ആ ജനതയെ മുഴുവൻ ദൈവം കാണുന്നത് എങ്ങനെയാട്ടാ? ഒരു കോപ്പറേറ്റ് ബോഡിയായിട്ട്. നമ്മൾ ക്രിസ്തുവിനോട് ചേരുമ്പോൾ എങ്ങനെ? ക്രിസ്തുവിന്റെ ബോഡിയെ. അപ്പം വി ആർ കോപ്പറേറ്റ് ബോഡി. സോ ഇവിടെ മനസ്സിലാക്കേണ്ടത്, ആദം എന്ന് പറയുന്ന ആള് കോപ്പറേറ്റ് ഫെഡറൽ ഹെഡാണ്. അപ്പൊ ആ മുഴുവൻ ജനതയും ദേവേറിൻ ആദം. അപ്പൊ ആദമിന് എന്തൊക്കെ ചെയ്തു അത് മുഴുവൻ അവിടെ ജനിച്ചു വീണ മുഴുവൻ മക്കളുടെ മേലും കൗണ്ടഡായി. ഇങ്ങനെ വന്നിട്ട് നമ്മൾ 5-ാം അധ്യായം താഴോട്ട് വായിക്കുമ്പോൾ ഞാൻ എല്ലാം പറഞ്ഞില്ല. ഏകന്റെ ലംഘനത്താൽ അനേകർ മരിച്ചുവെങ്കിൽ ദൈവകൃപയുടെയും ഏക മനുഷ്യനായ യേശുക്രിസ്തുവിന്റെ കൃപയാൽ ഉള്ള ദാനവും അനേകർക്ക് വേണ്ടി ഏറ്റവും അധികം കവിഞ്ഞിരിക്കുന്നു. ഏകൻ പാപം ചെയ്തതിന്റെ ഫലവും ദാനത്തിന്റെ കാര്യം ഒരുപോലെയല്ല. ഏകന്റെ പാപം ശിക്ഷാവിധി കൽപ്പിപ്പാൻ ഹേതുവായി തീർന്നു. കൃപാവരവുമോ അനേക ലംഘനങ്ങളെ മോചിക്കുന്ന നീതീകരണ വിധിക്ക് ഹേതുവായി തീർന്നു. ഏകന്റെ ലംഘനത്താൽ മരണമായ ഏക നിമിത്തമാണു എങ്കിൽ കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഏക നിമിത്തം ഏറ്റവും ജീവനിൽ വാഴും. അങ്ങനെ ഏക ലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നതുപോലെ ഏകനിധിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായി നീതീകരണവും വന്നു. അടുത്തത്, ഏക മനുഷ്യന്റെ അനുസരണക്കേടിന് അനേകർ പാപികളായി തീർന്നതുപോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീർന്നു. ഇത് ആരെക്കുറിച്ച് പറഞ്ഞിരുന്നത്? ദ പീപ്പിൾ ദോസ് ഹു ആർ അണ്ടർ എ കവനന്റ്. ഇപ്പൊ ഇവിടെ യഥാർത്ഥത്തില് പാപം പെരുകുക എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ അർത്ഥമാക്കേണ്ടത്? ലംഘനങ്ങൾ പെരുകുക. ലംഘനം വരുന്നത് എപ്പോഴാണ്? ന്യായപ്രമാണം. അപ്പൊ ന്യായപ്രമാണത്തിന്റെ ലംഘനങ്ങൾ, ദൈവം കൊടുത്ത പ്രമാണത്തെ അനുസരിച്ച് ജീവിക്കാതിരിക്കുന്ന ആ ലംഘനം, അത് ആരിലുണ്ട്? ആദാമ്യ കുലത്തിൽ, ആദാമ്യ ബോഡിയിലുണ്ട്. ബോഡി ഓഫ് ആദാമിലുണ്ട്. ഓക്കെ. എന്നാൽ ലംഘനം പെരുകിയെടുത്ത് ന്യായപ്രമാണം ഇടയിൽ ചേർന്നു വന്നു. എങ്കിലും പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. പാപം പെരുകിയ ഇടത്തുനിന്ന് എവിടാ പാപം പെരുകിയത്? ദാറ്റ് ബോഡി. അപ്പം എപ്പോഴും ശ്രദ്ധിച്ചോണം, ആ ജനങ്ങൾ, അതായത് ആ ഓൾഡ് കവനന്റ് ബോഡിയിൽ ഇരിക്കുന്ന മുഴുവൻ ആളുകളും എന്ത് തന്നെ തുടർന്നുകൊണ്ടിരിക്കുക? പാപം ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നമ്മൾ ഗലാത്യയിലെ എന്ത് വായിക്കുക? ലംഘനം പെരുകേണ്ടതിന് ന്യായപ്രമാണം ഇടയിൽ കൂടിച്ചേർന്ന് വന്നു. ലംഘനം ഹേതുവായി. അപ്പൊ ലംഘനം ഇങ്ങനെ പെരുകിയപ്പോ പ്രമാണം കൊടുത്തപ്പോ എന്ത് ചെയ്തു? ലംഘനം കൂടി. അപ്പൊ പാപം എവിടെയാ പെരുകുന്നത്? എവിടെയാണോ നിയമമുള്ളിടത്ത്. ദിസ് ഇസ് നോട്ട് ടോക്കിംഗ് അബൌട്ട് യു, ഇറ്റ് ഇസ് ടോക്കിംഗ് അബൌട്ട് ദ ജൂയിഷ് കമ്മ്യൂണിറ്റി ഉണ്ട്. അവർക്കിത് മനസ്സിലായി, നമുക്കിത് മനസ്സിലായിട്ടില്ല. കാരണം ഇത് മുഴുവൻ നമ്മുടെ ആളുകൾ നമ്മുടെ പാപം വിശ്വാസിയുടെ തലയിൽ കൊടുത്തേക്കും. ന്യായപ്രമാണം, നീതി ചുമ്മാ അത് പറഞ്ഞുകൊണ്ടിരിക്കുക. എടാ, ഈ ന്യായപ്രമാണം ആർക്കാ? ഇവിടുത്തെ ഇരിക്കുന്ന നമ്മുടെ മുന്നിലാണത്. ഇത് ഓൾഡ് കവനന്റ് ആണ്. ഓൾഡ് കവനന്റ് എന്തെങ്കിലും പഠിപ്പിച്ചാലേ നിങ്ങൾക്ക് ന്യൂ കവനന്റ് മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, ഇനി നോക്കി. എന്നാൽ ലംഘനം പെരുകേണ്ടതിന് ന്യായപ്രമാണം ഇടയിൽ ചേർന്ന് വന്നു. ലംഘനം പെരുകേണ്ടതിന്, ലംഘനം മാറ്റാനൊന്നുമല്ല, ന്യായപ്രമാണം ഇടയിൽ ചേർന്ന് വന്നു. അടുത്തത്, എങ്കിലും പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. പാപം മരണത്താൽ വാണതുപോലെ കൃപയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നീതിയാൽ നിത്യജീവനായി വാഴേണ്ടതിന് തന്നെ. അപ്പൊ നിത്യജീവനായി വാഴേണ്ടത് പറഞ്ഞാൽ എന്താ? ഈ ജനതയ്ക്ക് ദൈവം എന്ത് ചെയ്യുന്നു? ഒരു പ്രോമിസ് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞ ഓരോ ടെർമിനോളജിയും ഓരോന്നോരോന്നായിട്ട് പഠിപ്പിക്കേണ്ടതാ. പക്ഷെ ഞാൻ ഒന്ന് പൊതുവെ പറഞ്ഞിട്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ വിശദീകരിക്കാം. നിത്യജീവനായി വാഴണം. അപ്പൊ നിത്യജീവൻ കിട്ടേണ്ടതിന് എന്ത് ചെയ്യണം? ഒരു വാഴ്ച നടത്തണം. എങ്ങനെ? പാപം മരണത്താൽ വാണതുപോലെ കൃപയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നീതിയാൽ നിത്യജീവനായി വാഴേണ്ടതിന് തന്നെ. ഇനി ഈ 6-ാം അധ്യായം എന്ന് പറയുന്നത് അപ്പോസ്തലൻ എഴുതിയപ്പോൾ ഈ 6-ാം അധ്യായം എഴുതിയിട്ടില്ല. പുള്ളി ഇങ്ങനെ കണ്ടിന്യൂ എഴുതുക. ഇത് ആവശ്യമില്ലാത്ത സ്ഥലത്ത് കൊണ്ടുവന്ന് ഇത് പിടിപ്പിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമുണ്ട് കേട്ടോ. അപ്പം ദയവായിട്ട് 6:1 മുതൽ വായിക്കരുത്. ആകയാൽ എന്ത് പറയണ്ടു? അപ്പം ഈ പാപം നീതിയിൽ വേണം. പാപം വരുന്ന ലംഘനം എന്തുവാ? ന്യായപ്രമാണം വന്നെടുത്ത് ലംഘനം പെരുകേണ്ടതിന് ന്യായപ്രമാണവും ഇടയിൽ ചേർന്ന് വന്നു. എങ്കിലും പാപം പെരുകെടുത്ത് കൃപ വർദ്ധിച്ചു എന്ന് പറഞ്ഞിട്ട് പറയാ. എന്ത് പറയാനാ ഇനി? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നോ? ഈ പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നോ എന്ന് പറയുമ്പോൾ വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ദാറ്റ്?
അതിന് ഞാൻ ഒരു പ്രധാന കാര്യം ഞാൻ അതിന്റെ ഒരു ഇംഗ്ലീഷിൽ ഈ NIV എന്ന് പറയുന്ന ഒരു വേർഷൻ ഉണ്ട്. ഒരിക്കലും വായിക്കാൻ പാടില്ലാത്ത ഒരു സാധനം അത് ഒരു നീതിയില്ലാത്ത ഒരു പുസ്തകം NIV. ചില ആളുകൾക്ക് NIV ഭയങ്കര ഇഷ്ടം. ഈ NIV പറയുന്നുണ്ട്, ഷാൽ വി സിൻ, വാട്ട് ഷാൽ വി സേ ദെൻ, ഷാൽ വി ഗോ ഓൺ സിന്നിങ് സോ ദാറ്റ് ദ ഗ്രേസ് മേ ഇൻക്രീസ്. കൃപ ഇങ്ങനെ നമ്മളിങ്ങനെ പാപം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ യഥാർത്ഥത്തിൽ അതല്ല ഇവിടുത്തെ. യഥാർത്ഥത്തിൽ ന്യൂ അമേരിക്കൻ സ്റ്റാൻഡേർഡ് ബൈബിളിനകത്ത് ഒരു വളരെ മാന്യമായ നിലയിൽ ഒരു കാര്യം കൊടുത്തിട്ടുണ്ട്. വാട്ട് ഷാൽ വി സേ ദെൻ, ആർ വി ടു കണ്ടിന്യൂ ഇൻ സിൻ, കണ്ടിന്യൂ ഇൻ സിൻ ദാറ്റ് ഗ്രേസ് മേ ഇൻക്രീസ്. പാപത്തിൽ തുടരണോ? അങ്ങനെ. അപ്പം കൃപ പെരുകേണ്ടതിന് നാം പാപത്തിൽ തുടർന്നു കൊണ്ടിരിക്കണമോ? അപ്പൊ ഏതോ ഒരു പാപത്തിൽ തുടരുന്നുണ്ട്. പാപങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണോന്നല്ല, കൃപ പെരുകേണ്ടതിന് പാപത്തിൽ തുടർന്നു കൊണ്ടിരിക്കണമോ? അപ്പൊ എന്താ എന്റെ അർത്ഥം? എവിടെയാ ലംഘനം? ആദമിൽ, ഏക മനുഷ്യനിൽ. അപ്പൊ ആ മനുഷ്യനിൽ, ആ പ്രമാണത്തിൽ, ആ ന്യായപ്രമാണത്തിൽ, ആ ലംഘനം പെരുകാൻ വന്ന പ്രമാണത്തിൽ തുടരുന്നിടത്തോളം കാലം നിങ്ങൾ പാപത്തിൽ തുടരുന്നു എന്ന് പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? സോ പാപം കൃപ പെരുകേണ്ടതിന് പാപത്തിൽ തുടർന്നുകൊണ്ടേയിരിക്കണമോ? അല്ലാതെ ഞാൻ പോയി പാപം ചെയ്തുകൊണ്ടേ ഇരിക്കണമെന്നല്ല. അപ്പൊ ഈ ബോഡിയിൽ ഇരിക്കുന്ന, അല്ലെങ്കിൽ ഈ ന്യായപ്രമാണത്തിൽ ഇരിക്കുന്ന, ഈ കവനന്റിൽ ഇരിക്കുന്ന, ഈ ലോയിൽ ഇരിക്കുന്ന ആളുകളോടാ പറയുന്നത്, ഇഫ് യു ആർ ഇൻ ദ ലോ, യു ആർ കണ്ടിന്യൂയിങ് സിൻ. ലിസൺ ടു മീ. ഒത്തിരി തർക്കങ്ങളുണ്ട്, ഒരുപാട് വീഡിയോസ് ഇപ്പം നമ്മുടെ മീഡിയയിൽ വന്നിട്ടുണ്ട്. ഏതാ? ഈ റോമാലേഖനം 6-ാം അധ്യായത്തെ കുറിച്ച്. റോമാലേഖനം 6-ാം അധ്യായം നോട്ട് വാട്ടർ ബാപ്റ്റിസം. ഇറ്റ്സ് നോട്ട് വാട്ടർ ബാപ്റ്റിസം. കാരണം ഓൾഡ് കവണന്റിൽ ഞാൻ യോഹന്നാൻ എന്ന് പറയുന്ന അവസാനത്തെ പ്രവാചകൻ പറഞ്ഞൊരു വാക്യം ഓർമ്മയുണ്ടോ? നിങ്ങൾ ബൈബിൾ വിശ്വസിക്കുന്നുണ്ടോ? യോഹന്നാൻ എന്തോ പറഞ്ഞു? എന്റെ പിന്നാലെ വരുന്നവന്റെ ചെരുപ്പഴിപ്പാൻ ഞാൻ യോഗ്യനല്ല, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും, ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം. അപ്പം വെള്ളത്തിലെ സ്നാനം ആരുടെ സ്നാനം? പഴയ നിയമത്തിലെ അവസാനത്തെ പ്രവാചകനായ യോഹന്നാനിലൂടെ അവസാനിക്കുന്ന സ്നാനം. അപ്പൊ നിങ്ങൾ ചോദിക്കുക, അപ്പോസ്തലന്മാർ സ്നാനം എല്ലാത്തിനും മറുപടി പറയാം. ഇപ്പൊ ഈ ഒരു വീഡിയോ ഞാൻ പറയുന്നില്ല, അടുത്തതിനകത്ത് പറഞ്ഞോളാം. കാരണം ഇതെല്ലാം നിങ്ങൾക്ക് ഒത്തിരി കുറേപ്പ്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ അടുത്ത ദിവസം ആൻസർ പറഞ്ഞോളാം കേട്ടോ. ഇപ്പൊ ഇവിടെ ജസ്റ്റ് നിങ്ങൾ മനസ്സ് വെച്ചേക്കുക, ഇവർ പാപത്തിൽ തുടർന്നുകൊണ്ടേയിരിക്കണമോ എന്നോ? അതിന്റെ അർത്ഥം എന്താ? ദീസ് പീപ്പിൾ ആർ ഇൻ ആന്റിനോമിനിസം. ആന്റിനോമിനിസം എന്ന് പറഞ്ഞാൽ ലോ കീപ്പ് ചെയ്യാതിരിക്കുന്നവരാണ് ഇവിടുത്തെ പാപം. പാപത്തിന്റെ കാരണം എന്തുവാ? പാപത്തിന്റെ ശക്തി ന്യായപ്രമാണം. അപ്പൊ ന്യായപ്രമാണത്തിൽ ജീവിച്ചിരിക്കുന്നവർ, അവർ ന്യായപ്രമാണത്തിന്റെ ലംഘനമാണ്. അവരതിൽ. അപ്പൊ ചോദിക്കുക, നിങ്ങൾ ഇതിനകത്ത് തന്നെ കൃപ പെരുകണ്ടെന്ന് തുടർന്നുകൊണ്ടിരിക്കണോ? എന്നിട്ട് അടുത്ത വാക്യം എന്താ പറഞ്ഞിരിക്കുന്നത്? പാപസംബന്ധമായി മരിച്ചവരായ നിങ്ങൾ, ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? ഏതിൽ? ആലോചിച്ചിട്ടുണ്ടോ വാക്യം? പാപസംബന്ധവരായി മരിച്ചവരായി നിങ്ങൾ ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ അതിന്റെ വായിക്കാം. Do you not know that all of us who have been, sorry, verse 2, English, verse 2, let it not be what who died to sin, how shall we still live in it? ചത്തുപോയാലും നിങ്ങൾ എന്തിനാ അതിനകത്ത് ജീവിക്കുന്നത്? അതായത് ആ ബോഡിയുടെ ടോക്കിംഗ് അബൌട്ട് ദാറ്റ് ബോഡി. അടുത്ത വാക്യം പറയുകയാണ്, മൂന്നാമത്തെ വാക്യം പറയുകയാണ്, അല്ല, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവരുടെ മരണത്തിൽ പങ്കാളിയാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നല്ലോ. അപ്പൊ യേശുവിന്റെ മരണം എന്തിനു വേണ്ടിയുള്ളതാണ്? ന്യായപ്രമാണത്തിന്റെ മരണം, അതായത് മനുഷ്യരാശിക്ക് പകരക്കാരനായിട്ട് മരിക്കുക. ആ മരണത്തിൽ പങ്കാളികളാകുക എന്ന് പറഞ്ഞാൽ അർത്ഥമുണ്ട്, ഓൾറെഡി നിങ്ങൾ പാപസംബന്ധമായിട്ട് മരിച്ചവരാണ്. ആ മരിച്ചവരായി നിങ്ങൾ യേശുവിനോട് ചേരുവാൻ ബാപ്റ്റൈസ് ചെയ്ത്. ഈ ബാപ്റ്റൈസ് ചെയ്യുന്ന വാക്കിന്റെ യഥാർത്ഥ അർത്ഥം ഇമേഴ്സ് ചെയ്യുക, വാഷ് ചെയ്യുക, പിന്നെ നമ്മുടെ മലയാള ഭാഷ പറഞ്ഞ മുഴുക, മുക്കുക. അതായത് യഥാർത്ഥത്തിൽ അതിന് കൊടുത്തിരിക്കുന്ന ഒരു ടെക്നിക്കൽ നെയിം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഇരുമ്പ് പഴിപ്പിച്ച ശേഷം വെള്ളത്തിൽ ഇങ്ങനെ മുക്കുക, അത് ടെമ്പർ വരുത്താൻ വേണ്ടി മുക്കുക എന്നുള്ളത്. ആ രീതിയിൽ അതിനകത്ത് മുഴുക എന്നുള്ളത്. അപ്പൊ യേശു ക്രിസ്തുവിനോട് ചേരും. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ഭയങ്കര രസം വേണം.
ബാപ്റ്റൈസ്ഡ് ഇൻ ടു ക്രൈസ്റ്റ് ജീസസ്. ബാപ്റ്റൈസ്ഡ് ഇൻ ടു ക്രൈസ്റ്റ് ജീസസ് എന്ന് പറഞ്ഞാൽ എന്താ? ബാപ്റ്റൈസ്ഡ് ഇൻ ടു വാട്ടർ എന്നല്ല. ഇത് നിങ്ങൾക്ക് വലിയ പ്രശ്നം ഉണ്ടാക്കും. ഇപ്പൊ തന്നെ നിങ്ങൾ പലരും ഇറങ്ങിപ്പോയിട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ സത്യമൊക്കെ കേൾക്കാൻ ആഗ്രഹമുണ്ട്. ഈ മനുഷ്യരെ പേടിക്കാതെ ദൈവത്തെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇത് കേൾക്കുക. They are not baptized into water, they are baptized into Christ Jesus. Into means ace. രണ്ടെണ്ണം. ഇന്നുണ്ട്, എയ്സും ഉണ്ട്. എൻ എയ്സ്. എയ്സ് മീൻസ് into. Importing from one to another. ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക്. It's a preposition. Not baptized in. Not baptized in, but baptized into Christ Jesus. ഞാനല്ലോ ഈ ഒറ്റ വീഡിയോ ഞാൻ നിർത്തി പറഞ്ഞ അടുത്ത ഓരോന്നൊരു ഷോർട്ട് വീഡിയോ വന്നേക്കാം. അപ്പൊ ക്രിസ്തുവിനോട് ചേരുവാൻ എപ്പോഴാണ് നമ്മൾ ക്രിസ്തുവിനോട് ചേർന്നത്? നമ്മളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് നമ്മൾ സ്നാനമേൽക്കുമ്പോഴാണ് ക്രിസ്തുവിനോട് ചേരുന്നത്. കൊരിന്ത്യർ ലേഖനത്തിൽ 5:17 പറഞ്ഞു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. ഇൻ ക്രൈസ്റ്റ്. എപ്പോഴാണ് നമ്മൾ ഇൻ ക്രൈസ്റ്റ്? വായിക്കാം, ഒരു ഒറ്റ വാക്യം വായിച്ചിട്ട് ഞാൻ ഇതിന്റെ ഈ ചിന്ത നിർത്താം. കാരണം നിങ്ങളെ ഈ എപ്പോഴാണ് നമ്മൾ ക്രിസ്തുവിലാകുന്നത് നോക്കിയാൽ 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യം, ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കണം തന്നെ. 30-ാം വാക്യം, നിങ്ങളോ ദൈവം, മേളിത്തെ ദൈവത്തെ കുറിച്ച്, നിങ്ങളോ അവനാൽ ക്രിസ്തുയേശുവിൽ ഇരിക്കുന്നു. നിങ്ങൾ എങ്ങനെ ക്രിസ്തുവിലായത്? ഉപദേശി നിങ്ങളെ വെള്ളത്തിൽ മുക്കിയപ്പോഴെന്നല്ല. നിങ്ങളോ അവനാൽ. ദാറ്റ് ഈസ് എ സോവറിൻ വർക്ക് ഓഫ് ഗോഡ്. നമ്മൾ ഇൻ ക്രൈസ്റ്റിലാകുന്നത്, നമ്മൾ ഇൻ ക്രൈസ്റ്റിലേക്ക് ഇമേഴ്സ് ചെയ്യുന്നത് 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം പോലെ ആത്മാവിനാൽ ഏക ശരീരത്തിലേക്ക് നമ്മെ ഇമേഴ്സ് ചെയ്തിരിക്കും, ബാപ്റ്റൈസ് ചെയ്തിരിക്കുന്നു. ബാപ്റ്റൈസ്ഡ് ഇൻ ടു ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. ദാറ്റ് ഈസ് സ്പിരിറ്റ് ബാപ്റ്റിസം. സോ Romans chapter 6 is not water baptism. It is a baptism of the Spirit, in the Spirit. That means Old Covenant ആളുകളോട് പറയുന്നത് you are washed by water. But New Testament you are not washed by water. യേശു ക്രിസ്തു പല സ്ഥലത്ത്, നമുക്ക് ഞാൻ അതിനെക്കുറിച്ച് 1-2 വാക്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത്, യോഹന്നാൻ 5:15-3 യേശു ക്രിസ്തു പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനത്താൽ നിങ്ങൾ ശുദ്ധിയുള്ളവരായി തീർന്നിട്ടിരിക്കുന്നു. ഒരു ബാലൻ തന്നെ നടപ്പിനെ സൂക്ഷിക്കുന്ന അവൻ ദൈവത്തിന്റെ വചനത്താൽ എന്ന് സങ്കീർത്തനം 119 നമുക്ക് വായിക്കാനായിട്ട് കഴിയും. അപ്പോസ്തലനായ പൗലോസ് എഴുതിയ പല ലേഖനങ്ങൾക്കകത്ത് വി ആർ വാഷ്ഡ് ബൈ ദ വാട്ടർ. ഒരു വാക്യോട് ഞാൻ വായിച്ച ഭാഗം വിടാം. അതായത് ഞാനൊന്നുകൂടെ പറയാം. വാഷ്ഡ് ബൈ ദ വേർഡ്. എനിക്കൊന്ന് ജോൺ ചാപ്റ്റർ 17 പറഞ്ഞു, ദൈവമേ നിന്റെ വചനത്താൽ, നിന്റെ സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാകുന്നു. സോ വിശുദ്ധീകരണം വരുന്നത് എങ്ങനെയാണ്? ഇറ്റ്സ് നോട്ട് ബൈ വാട്ടർ, ഇറ്റ്സ് ബൈ ദ ട്രൂത്ത്, ദ വേർഡ് ഓഫ് ഗാഡ്. ഗാഡ് ഈസ് ക്ലെൻസിങ് ഹിസ് പീപ്പിൾ നോട്ട് വിത്ത് ദ വാട്ടർ, നോട്ട് വിത്ത് വാട്ടർ ബാപ്റ്റിസം, ബട്ട് വിത്ത് ദ വേർഡ് ആസ് എ വാട്ടർ. ദൈവം പഴയ നിയമത്തിൽ വെള്ളമാണ് ഉപയോഗിച്ചെങ്കിൽ പുതിയ നിയമത്തിൽ അതിന്റെ ആന്റി ടൈപ്പ് ആയിട്ടുള്ള വചനം എന്ന വെള്ളം കൊണ്ടാണ് നമ്മളെ ശുദ്ധമാക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നൊരു സാരിയുടെ കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്നതാണ്. അത് ക്രിസ്തുവിന്റെ ശരീരത്തിലേക്കുള്ള സ്നാനമാണ്, വെള്ളത്തിൽ മുക്കുന്നില്ല. കാരണം നമ്മെ ക്രിസ്തുവിലാക്കുന്നത് ഉപദേശിയല്ല. ഇപ്പൊ സത്യം പറഞ്ഞ ഇവിടെ സഹരക്ഷകന്മാരുണ്ട് ഇഷ്ടം പോലെ. പാസ്റ്റർമാരും സെൻട്രൽ പാസ്റ്റർമാരല്ല, സഹരക്ഷകന്മാർ. അവരെ കൂടാതെ ഒരാൾക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റില്ല. ഒരു പാസ്റ്റർ തീരുമാനിക്കാതെ ആളുകൾക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റില്ല. കാരണം പാസ്റ്റർ ആ ആളിനെ വെള്ളത്തിൽ മുക്കണം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹയുടെ നാമത്തിൽ മുക്കിയാൽ മാത്രമേ അയാൾ സ്വർഗത്തിൽ പോകൂ. അപ്പോൾ സ്വർഗമൊരുക്കിയ മഹാരക്ഷയുടെ സഹപ്രവർത്തകനും സഹരക്ഷകനും ഈ പാസ്റ്റർ. ഞാനിതൊരു ജസ്റ്റ് ഇങ്ങനെ അത്ര ഡീറ്റെയിൽ പറയാം, സിമ്പിൾ ആയിട്ട് ഒരു മെസ്സേജ് ഞാൻ പറഞ്ഞു. ഓരോന്നും ഞാൻ പറഞ്ഞോളാം, കുറച്ച് പറയാം. കാരണം ഓരോന്നും അങ്ങനെ പറയുന്നത് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഒറ്റ കാര്യം ചിന്തിക്കാൻ പറയുക, ന്യൂ ടെസ്റ്റമെന്റിൽ ഒറ്റ സ്നാനേ ഉള്ളൂ, അത് ആത്മസ്നാനം. There is no 2, 3 baptism, only one baptism in the new covenant. That is spirit baptism. So അപ്പോൾ ചോദിക്കും, വാട്ടർ ബാപ്റ്റിസം ആവശ്യമാണ്? നിങ്ങൾ തീരുമാനിക്കുക.
നിങ്ങൾ തീരുമാനിക്കുക. ബൈബിളിലുണ്ടോ എന്ന് എല്ലാത്തിനും മറുപടി പറയാം. പത്രോസും പൗലോസും എല്ലാവരും ചെയ്തതിന് മറുപടി ഞാൻ പറയാം. പിന്നെ പൗലോസ് ഇടയ്ക്ക് യെരുശലേമിൽ പോയി തന്റെ ദേഹശുദ്ധി വരുത്തിയെന്നൊരു സംഭവമുണ്ട്. അത് നിങ്ങൾ ചെയ്യുമെന്നും കൂടെ നിങ്ങൾ ഇടയ്ക്കൊന്ന് മറുപടി തരും. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നതിന്റെ സാരം ആദ്യം നിങ്ങളുടെ മനസ്സിൽ വെക്കുക. റോമാലേഖനം 6-ാം അധ്യായം വെള്ളത്തിലെ സ്നാനം. ദർ ഇസ് നോ വാട്ടർ ബാപ്റ്റിസം ആഫ്റ്റർ പെൻഡക്കോസ്റ്റ്. സോറി, അപ്പോ ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽസ്. പെൻഡക്കോസ്റ്റ് അല്ല, ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽസ്. ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽസിന് ശേഷം ഒരു ലേഖനങ്ങൾക്ക് ദർ ഇസ് നോ വാട്ടർ. അപ്പൊ നിങ്ങൾ ചോദിക്കുക അവിടെയുണ്ട്, ഇവിടെ എല്ലാത്തിനും മറുപടിയുണ്ട്. അത് ഓരോന്നായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം. ഇന്ന് നിങ്ങളുടെ ചിന്തയ്ക്ക് വേണ്ടി ജസ്റ്റ് നിങ്ങളെ ഒന്ന് പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. തൽക്കാലം നമുക്ക് യേശു ഒരുക്കിയ മഹാരക്ഷയുടെ സഹരക്ഷകന്മാരാകേണ്ട. ലെറ്റസ് ഗോ ആഫ്റ്റർ ദ ന്യൂ കവനന്റ്. ഞാൻ ഒന്നുകൂടെ പറയാം, വെള്ളത്തിലെ സ്നാനത്തെക്കുറിച്ച് ഭയങ്കര പ്രസംഗങ്ങൾ ഇവിടെ നടക്കാറുണ്ട്. അതല്ല നിങ്ങൾ പറയേണ്ടത്. യേശു ക്രിസ്തുവിന്റെ മുന്നോടിയായി വന്ന യോഹന്നാൻ പറഞ്ഞു, അവൻ നിങ്ങളെ ആത്മാവിൽ സ്നാനപ്പെടുത്തും. ദാറ്റ് ഈസ് ദ ട്രൂ ബാപ്റ്റിസം. അതാണ് സഭ പഠിക്കേണ്ടത്, അതാ വിശ്വാസി അറിയേണ്ടത്, അതിലാണ് അവൻ വളരേണ്ടത്. എല്ലാ ദിവസവും കേൾക്കണം, ഐ എം ഇമേഴ്സ്ഡ് ഇൻ ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. That is an amazing fact because we are mysteriously dwelling in the body of Christ by the Holy Spirit. അവനാൽ നിങ്ങൾ ക്രിസ്തുവിൽ ഇരിക്കുന്നു. Not because of that pastor. Okay? I'm not neglecting that. This is not the final word. You can check it. Go through the Bible. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിശ്ചയമായിട്ടും പറയാം. ഞാനിത് തൽക്കാലം സ്റ്റോപ്പ് ചെയ്യുന്ന വീഡിയോ. അതുകൊണ്ട് റോമാലേഖനത്തെ കുറിച്ചുള്ള പഠനം അടുത്ത ദിവസങ്ങളിൽ ഞാൻ ഓരോ അത്യാവശ്യമുള്ളത് പറഞ്ഞോളാം. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഒത്തിരി സാധനമുണ്ട്, എന്തൊക്കെയാ സാധനം എന്നുള്ളത് നമുക്ക് ഓരോന്നായിട്ട് ചിന്തിക്കാം. ഗോഡ് ബ്ലെസ് യു. അടുത്തൊരു വീഡിയോ കാണും വരെ കർത്താവ് വരെ അനുഗ്രഹിക്കട്ടെ. ബൈ.